Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളിയുടെ ഒരു ഓണക്കാലം കൂടി പിറന്നിരിക്കുന്നു. തുമ്പപ്പൂവും മുക്കുറ്റിയും മനം കവരുന്ന വർണ്ണപ്പൂക്കളങ്ങളും ഐശ്വര്യത്തിന്റെയും നാട്ടുനന്മയുടെയും പൊന്നോണ നാളുകളെ വരവേൽക്കാൻ മലയാളി വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, പൂവിളികളുടെ മനോഹര തീരത്തേക്ക് നമ്മെ നയിച്ചുകൊണ്ട് ഇന്ന് അത്തം. ഇനി വരുന്ന 10 ദിനങ്ങൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വീട്ടുമുറ്റങ്ങളിൽ വർണ്ണപ്പൂക്കളങ്ങൾ വിരിയും. പ്രജാക്ഷേമ തൽപരനായ മഹാബലി തമ്പുരാനെ സ്വീകരിക്കാൻ പൂക്കളത്തിന്റെ വലിപ്പം ഓരോ ദിവസവും കൂട്ടിയുള്ള 10 നാളത്തെ കാത്തിരിപ്പ്. പൂവിളികളും ഊഞ്ഞാൽപ്പാട്ടുകളും നാട്ടുസുഗന്ധവും നിറഞ്ഞ ഈ നാളുകൾ മലയാളിയുടെ ഒരുമയുടെ വലിയ സന്ദേശമാണ്. വിപണികളിൽ ഓണത്തിരക്ക് മുറുകുമ്പോൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളി മനസ്സിനും ഇത് നാടിന്റെ ഗൃഹാതുരത്വത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. മനസ്സിലും മുറ്റത്തും വിദ്വേഷത്തിന്റെ കളകളില്ലാതെ വർണ്ണപ്പൂക്കൾ മാത്രം വിരിയട്ടെ. എല്ലാവർക്കും പൊന്നോണത്തിന്റെ വരവറിയിക്കുന്ന അത്തം ആശംസകൾ. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഈ വർഷത്തെ കാലവർഷത്തിൽ കേരളത്തിൽ മഴക്കുറവ് ഗണ്യമായി രേഖപ്പെടുത്തിയതായി കണക്കുകൾ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ലഭിക്കേണ്ടിയിരുന്ന മഴയിൽ ഏകദേശം 22% കുറവാണുള്ളത്. ഈ വർഷത്തെ കാലവർഷത്തിൽ കേരളത്തിൽ മഴക്കുറവ് ഗണ്യമായി രേഖപ്പെടുത്തിയതായി കണക്കുകൾ. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ലഭിക്കേണ്ടിയിരുന്ന മഴയിൽ ഏകദേശം 22% കുറവാണുള്ളത്. 7 ജില്ലകളിലാണ് സാധാരണയേക്കാൾ കാര്യമായ മഴക്കുറവ് രേഖപ്പെടുത്തിയത്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ മൊത്തം കണക്കിൽ അത് വലിയ കുറവാണ്. ഇതോടെ വരും ദിവസങ്ങളിലെ ജലലഭ്യത സംബന്ധിച്ച ആശങ്കയും ഉയരുകയാണ്. കേരളത്തിൽ മഴക്കുറവ് തുടരുന്നത് കാർഷിക മേഖലയെയും ജലലഭ്യതയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മഴയുടെ ലഭ്യത കുറയുന്നത് ജലസ്രോതസ്സുകളിലെ സംഭരണത്തിലും കൃഷിക്കാവശ്യമായ വെള്ളത്തിന്റെ ലഭ്യതയിലും പ്രതിഫലിച്ചേക്കാം. കൂടാതെ വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ തോതും വിതരണ രീതിയും നിർണായകമാകും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മഴക്കുറവ് എങ്ങനെ മാറുമെന്ന് വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ സാഹചര്യം വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കടലിലെ മത്സ്യബന്ധനത്തിനിടെ വലിയ പറമ്പിൽ തോണി മറിഞ്ഞു. കടലിൽ വീണ 5 തൊഴിലാളികൾ പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടു. കടലിലെ മത്സ്യബന്ധനത്തിനിടെ വലിയ പറമ്പിൽ തോണി മറഞ്ഞു. കടലിൽ വീണ 5 തൊഴിലാളികൾ പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടു. അതിഥി തൊഴിലാളികളായിരുന്നു തോണിയിൽ മത്സ്യബന്ധനത്തിനായി പോയത്. തോണി മറിഞ്ഞ് കടലിൽ വീണ 5 തൊഴിലാളികളും നീന്തി രക്ഷപ്പെടുകയായിരുന്നു. കാലിൽ പരിക്കേറ്റ ഒഡീഷ സ്വദേശി ബാലസോറിലെ പ്രകാശ് ചന്ദ്ര സാഹറിനെ ചെറുവത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒഡീഷയിലെ കേന്ദ്രപ്പാറയിലെ ഖലീഫർ സമദ്, സുരേന്ദ്ര മണ്ഡൽ, ലുക്മാൻ മുണ്ടോൾ, പശ്ചിമ ബംഗാളിലെ 24 സൗത്ത് പർഗാനസ് ജില്ലയിലെ തപൻ പറുവ എന്നിവരാണ് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടത്.
ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. SI രാജ്മോഹനന്റെ നേതൃത്വത്തിലെത്തിയ തൃക്കരിപ്പൂർ തീരദേശ പോലീസും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പ്രദേശത്തെ നാട്ടുകാരും പോലീസും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട തോണി കരക്കെത്തിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചാക്കിലാക്കി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്ക് പഞ്ചായത്ത് പിഴ ചുമത്തി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചാക്കിലാക്കി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്ക് പഞ്ചായത്ത് പിഴ ചുമത്തി. ഇളമ്പച്ചിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ മലപ്പുറത്തു നിന്നെത്തിയ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാരനാണ് ഈ കൃത്യം നടത്തിയത്. വിവാഹ ചടങ്ങിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഭക്ഷണം ബസ്സിനുള്ളിൽ വെച്ച് കഴിച്ച ശേഷം അവശിഷ്ടങ്ങൾ 2 ചാക്കുകളിലായി കെട്ടിവയ്ക്കുകയായിരുന്നു. തുടർന്ന് രാത്രിയോടെ ഈ ചാക്കുകൾ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കിണറിന്റെ പരിസരത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ 2 ചാക്കുകളിലായി മാലിന്യം കണ്ടെത്തിയത്. ഇളമ്പച്ചി മിനി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ആശ്രയമായ കിണറാണ് ബസ് ജീവനക്കാരൻ മലീമസമാക്കിയത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ സമീപത്തെ CCTV ക്യാമറകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. രാത്രി 7:20 ടൂറിസ്റ്റ് ബസിന്റെ ലഗേജ് ക്യാബിൻ തുറന്ന് ചാക്കുകളെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിടുന്ന ദൃശ്യങ്ങൾ ഇതിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ടൂറിസ്റ്റ് ബസ് ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് പിഴ ഈടാക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെയ്തൊഴിഞ്ഞ കർക്കിടക പെരുമഴയുടെ കറുത്ത രാത്രികൾ പതുക്കെ വഴിമാറുകയാണ്. പഞ്ഞമാസത്തിന്റെ കാർമേഘങ്ങളെ അകറ്റി നിർത്തി നാളെ പൊന്നിൻ ചിങ്ങപ്പുലരി. പൊൻകതിരണിഞ്ഞ പാടശേഖരങ്ങളും തുമ്പയും തുളസിയും വിരിഞ്ഞ തൊടികളും, അതെ, മലയാളി മനസ്സിൽ ഓർമ്മകളുടെയും പൊന്നോണത്തിന്റെയും ഈരടികൾ മീട്ടുകയാണ്. കാർഷിക സംസ്കാരത്തിന്റെയും സമൃദ്ധിയുടെയും വീണ്ടെടുപ്പിലേക്ക് നാടുണരുമ്പോൾ ഒരു ചിങ്ങമാസം കൂടി വന്നെത്തുകയാണ്. പെയ്തൊഴിഞ്ഞ കർക്കിടക പെരുമഴയുടെ കറുത്ത രാത്രികൾ പതുക്കെ വഴിമാറുകയാണ്. പഞ്ഞമാസത്തിന്റെ കാർമേഘങ്ങളെ അകറ്റി നിർത്തി നാളെ പൊന്നിൻ ചിങ്ങപ്പുലരി. വറുതിയുടെ നാളുകൾക്ക് വിട നൽകി മലനാടിന്റെ മണ്ണിലും മനസ്സിലും ഇനി ഐശ്വര്യത്തിന്റെ തങ്കവയിൽ താളം തുള്ളും. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതിയൊരു പ്രതീക്ഷയോടെ വീണ്ടും ഒരു മലയാള വർഷപ്പിറവി. കതിരണിഞ്ഞു നിൽക്കുന്ന പാട്ടശേഖരങ്ങളിൽ ഇന്ന് സന്തോഷത്തിന്റെ കൊയ്ത്തുപാട്ടുകൾ മുഴങ്ങുകയാണ്. അതെ, നാളെ നമ്മുടെ കർഷകരുടെ ദിനം കൂടിയാണ്. കറുത്ത ആകാശത്തേക്ക് നോക്കി മഴയ്ക്കായും ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി സമൃദ്ധിക്കായും പ്രാർത്ഥിക്കുന്ന ആ കൈകൾക്കാണ് ഈ ദിനത്തിന്റെ ആദ്യ പ്രണാമം. വിതച്ചതൊന്നും വെറുതെയാവില്ല എന്ന കർഷകന്റെ ആത്മവിശ്വാസമാണ് ഈ നാടിന്റെ നട്ടെല്ല്. ചോര നീരാക്കി മണ്ണിൽ മുത്തമിട്ട് നമുക്കായി പൊന്നു വിളയിക്കുന്ന ആ വലിയ മനുഷ്യർക്ക് ഈ ചിങ്ങപ്പുലരി പ്രതീക്ഷയുടെ പുതിയൊരു വിത്തുപാകലാകട്ടെ. തുമ്പപ്പൂവും തുളസിപ്പൂവും കണ്ണു തുറക്കുന്ന നാട്ടിൻപുറത്തെ തൊടികൾ, അത്തപ്പൂക്കളത്തിനായി പൂവിളികളുമായി കാത്തിരിക്കുന്ന കുരുന്നുകൾ, വരാനിരിക്കുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുപോലെ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. വായനശാലകളിലും കവലകളിലും ഉണരുന്ന ആഘോഷങ്ങൾ, തുമ്പിതുള്ളലിന്റെയും വഞ്ചിപ്പാട്ടിന്റെയും കൊയ്ത്തുത്സവത്തിന്റെയും കാഹളം ഇനി മലനാടൊട്ടുക്കും ഉയർന്നു കേൾക്കാം. കാലാവസ്ഥയും കാലവും എത്ര തന്നെ മാറിയാലും ഓരോ മലയാളിയുടെ ഉള്ളിലും മായാതെ നിൽക്കുന്ന ചില ഓർമ്മകളുണ്ട്. പഴയ തറവാട്ടുമുറ്റത്തെ ഊഞ്ഞാലും പച്ചിലപ്പാറ്റകളുടെ ശബ്ദവും കുടുംബത്തോടൊപ്പമുള്ള ആ വിഭവ സമൃദ്ധമായ ഓണസദ്യയും. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കാൻ മലയാളിക്ക് ഊർജം നൽകുന്നത് ഈ ഒരുമയുടെ ഓർമ്മകളാണ്. ഒരു തരി മണ്ണിലെങ്കിലും പച്ചപ്പ് കാത്തു സൂക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ കൃഷിയെങ്കിലും വീട്ടുമുറ്റത്ത് തുടങ്ങാൻ ഈ ദിനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മണ്ണ് പൊന്നാക്കുന്ന കർഷക മനസ്സുകൾക്ക് ആദരമർപ്പിച്ച് ഐശ്വര്യത്തിന്റെ ഒരു പൊന്നിൻ പുലരിയായി ചിങ്ങമാസം പിറക്കുകയാണ്. പയ്യന്നൂർ നഗരസഭ ഓണം കാർഷിക വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ഓണം കാർഷിക വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷേണായ് സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയും കുടുംബശ്രീ CDSന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ്
ഇന്നു മുതൽ പയ്യന്നൂരിൽ ഓണം മേള സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും ജനകീയമായി സംഘടിപ്പിക്കുന്ന ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേള വലിയ നിലയിൽ ജനകീയ അംഗീകാരമുള്ളതും നല്ല നിലയിൽ ജനങ്ങളെല്ലാം എത്തുന്നതുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വ്യവസായ ഓഫീസർ ടി ലിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പി മോഹനൻ, ടി വി ഷീബ, എം പ്രദീപൻ, കെ ശ്രീമ ടീച്ചർ, കൌൺസിലർമാരായ എ കെ ശ്രീജ, പോത്തേര കൃഷ്ണൻ, വി കെ പി ഇസ്മയിൽ, വിവിധ കക്ഷി നേതാക്കളായ പി സന്തോഷ്, കെ ജയരാജ്, കെ വി ബാബു, വി കെ ഷാഫി, ബി സജിത് ലാൽ, ദിനേശ് കണിയൻകുന്ന് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി അനീഷ് അരവിന്ദ് നന്ദിയും രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 25-ന് മേള സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും ബഹുമതി ഒരേ സമയം ലഭിച്ച പഴയങ്ങാടി ഏഴോം പൊടിത്തടം സ്വദേശി അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് അനിൽ ബോസിന് പഴയങ്ങാടിയിൽ ഉജ്ജ്വല സ്വീകരണം. 25 വർഷത്തെ സേവന മികവിനുള്ള അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. 25 വർഷത്തെ സേവന മികവിനുള്ള അംഗീകാരമായാണ് അനിൽ ബോസിന് പുരസ്കാരങ്ങൾ ലഭിച്ചത്. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും പുരസ്കാരങ്ങൾ അനിൽ ബോസിനെ തേടിയെത്തിയത്. മുഖ്യമന്ത്രി വി ഡി സതീശനിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ അനിൽ ബോസ് പുരസ്കാരവുമായി ജന്മനാടായ ഏഴോം പൊടിത്തടത്ത് തിരിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാർ സ്വീകരണം നൽകിയത്. 2025-ലാണ് മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മെഡലുകൾ ഒരേ ദിവസം അവർ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ എനിക്ക് തന്നു. ഇനി ഇതിന് ശേഷം മുഖ്യമന്ത്രിയുടെ മെഡൽ തരും. രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടി നാട്ടിൽ തിരിച്ചെത്തിയ അനിൽ ബോസിന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പഴയങ്ങാടിയിൽ നടന്ന സ്വീകരണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC അംഗവുമായിരുന്ന MP ഉണ്ണികൃഷ്ണൻ അനിൽ ബോസിനെ ഷോൾ അണിയിച്ച് ആദരിച്ചു. നമ്മുടെ എല്ലാം അടുത്ത സുഹൃത്തും ആത്മബന്ധവും പുറത്തിയ ഒരാളാണ്. ചെമ്മീനിൽ വെച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ സർവീസ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്. ധാരാളം അനുഭവങ്ങൾ അധികം പങ്കുവച്ചിട്ട് ഇതിന് മുമ്പായി തന്നെ ഈ അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ. N രാഘവൻ, AK ജയലീശൻ, ശ്രീരാമൻ കൊയ്യാൻ, K ബാബുരാജ്, രമേശൻ എരിപ്രം, സുരേഷ്, അനിൽ ജോസ് എന്നിവർ നേതൃത്വം നൽകി. അതേസമയം BJP കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പഴയങ്ങാടിയിൽ അനിൽ ബോസിന് സ്വീകരണം നൽകി. സുജിത്ത് വടക്കൻ, KT മുരളി, ശശീന്ദ്രൻ ചെങ്ങൽ, ബൈജു സി, രജീഷ് ചെങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. 25 വർഷത്തെ സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും അംഗീകാരം ഒരുമിച്ച് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അനിൽ ബോസ്. ജന്മനാട്ടിലെ സ്വീകരണം തനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ് പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ചടങ്ങിൽ 200-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് മെൻ ലീഗ് പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ 200-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. ചടങ്ങിൽ ലഫ്റ്റനന്റ് കേണൽ ചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേണൽ കമലാക്ഷൻ, കേണൽ നാരായണൻ, സ്ക്വാഡ്രൻ ലീഡർ ചന്തുക്കുട്ടി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പത്മനാഭൻ, CD ദാസ്, മഹിളാ വിംഗ് പ്രസിഡന്റ് ഷീജ, സെക്രട്ടറി ഗീത എന്നിവർ സംസാരിച്ചു. രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച മുൻകാല സൈനികരുടെ ഒത്തുചേരലായ ചടങ്ങിൽ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. പരിപാടിയുടെ ഭാഗമായി അംഗങ്ങൾക്ക് പായസ വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷവും CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കൾക്ക് അനുമോദനവും നൽകി. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തലശ്ശേരി NCC മുൻ ഓഫീസർ പോൾ ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ്, PT ഡിസ്പ്ലേ, ദേശഭക്തിഗാനം തുടങ്ങി നിരവധി പരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായി സംഘടിപ്പിച്ചു. തലശ്ശേരി NCC മുൻ ഓഫീസർ പോൾ ജസ്റ്റിൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കളായ വിദ്യാർത്ഥികളെ സാമൂഹ്യ പ്രവർത്തകൻ ജമാൽ ബൈത്താൻ ഉപഹാര സമർപ്പണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
സ്കൂൾ പ്രധാനാധ്യാപിക എൻ മിനി, സുധീഷ് പാറക്കര, സിനോബി ഫിലിപ്പോസ്, AG ആയിഷ ബി, M റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KSKTU കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം വലിയച്ചാൽ എൽ പി സ്കൂളിൽ നടന്നു. സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം VP ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം വലിയച്ചാൽ LP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ VS നഗറിൽ നടന്നു. ചടങ്ങിൽ C രമേശൻ അധ്യക്ഷനായി. പെൻഷൻ വീടുകളിലെത്തിക്കണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. EC സതി രക്തസാക്ഷി പ്രമേയവും UV ശശികുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KP കണ്ണൻ, KK മധുസൂദനൻ, PV ചന്ദ്രൻ, K ചന്ദ്രമതി, PV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കോളർഷിപ്പ് വിതരണവും അനുമോദനവും സ്മരണിക പ്രകാശനവും നടന്നു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കോളർഷിപ്പ് വിതരണവും അനുമോദനവും സ്മരണിക പ്രകാശനവും നടന്നു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷനായി. ഉന്നത സ്കോളർഷിപ്പ് വിതരണവും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും PP ഭാസ്കരൻ മാസ്റ്റർ സ്മരണിക പ്രകാശനവുമാണ് നടന്നത്. സ്മരണിക പ്രകാശനം പ്രൊഫസർ E കുഞ്ഞിരാമൻ നിർവഹിച്ചു. U നാരായണൻ ഏറ്റുവാങ്ങി. ജയദേവൻ കരിവെള്ളൂർ സ്മരണിക പരിചയപ്പെടുത്തി. T സരോജിനി ടീച്ചർ, കൗൺസിലർ ജ്യോതി, മുകുന്ദനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 18 പേർക്ക് കണ്ണൂർ ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരവ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശിവഗിരി മഠത്തിലെ കാരുണ്യ സേവകർ സ്വാമി പ്രേമാനന്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 18 പേർക്ക് കണ്ണൂർ ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂർ OPM ഇൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരവ് സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതൻ ആലുവ VH അലിയാർ ഖാസിമി ബന്ധുക്കളും കുടുംബക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് 18 പേർക്ക് 9ാമത് ആദരവ് സമർപ്പിച്ചു. ട്രസ്റ്റ് അഡ്വൈസർ ഡോക്ടർ KM ഖലീൽ ചൊവ്വ അധ്യക്ഷത വഹിച്ചു. ചാരിറ്റി കോർഡിനേറ്റർ മുഷ്താഖ് മാലദ്വീപ് 14 വസ്തുക്കൾ ചേർന്ന മദീന കിറ്റ് വിതരണോദ്ഘാടനം നടത്തി. മദീന മധുരം ചാരിറ്റി ചീഫ് ഡയറക്ടർ മുനാസ് പള്ളിക്കൽ കാസർഗോഡ് വിതരണം ചെയ്തു. തിരുവനന്തപുരം ശിവഗിരി മഠത്തിലെ കാരുണ്യ സേവകർ സ്വാമി പ്രേമാനന്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ഫൗണ്ടർ ബഷീർ സയദി ചെറുകുന്ന് ആമുഖ പ്രസംഗം നടത്തി. യുവ കലാവേദി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം വിഷയാവതരണം നടത്തി. ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, കാപ്പാടൻ ശശിധരൻ, ബഷീർ പടന്ന, VK വിജയൻ, മുജീബ് റഹ്മാൻ മുണ്ടപ്പുറം, C പ്രകാശൻ മാട്ടൂൽ, PP ഇബ്രാഹിം കുട്ടി ഹാജി, TC മോഹനൻ, PV അബ്ദുള്ള ഹാജി, PP അബ്ദുള്ള സാഹിബ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ഓണച്ചന്ത തുടങ്ങി. സഹകരണ ഓണം വിപണി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 13 ഇനം സാധനങ്ങളാണ് സർക്കാർ സബ്സിഡിയോടെ ഓണച്ചന്തയിലൂടെ വിതരണം ചെയ്യുന്നത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് C രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് T അജിത, മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ, ബാങ്ക് ഡയറക്ടർമാരായ LK യൂസഫ്, VP അബ്ദുൾ അസീസ്, VV വിജയൻ, P സുബ്രഹ്മണ്യൻ, VV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി യന്ത്രസാമഗ്രികളാണ് ഈ ദേശീയപാത നിർമ്മാണത്തിൽ പങ്കാളിയായിട്ട്. ആ തൊഴിലാളികള് വൈകുന്നേരം പയ്യന്നൂർ ടൗണിൽ വന്ന് പച്ചക്കറി കടയിൽ കയറി സാധനം വാങ്ങിക്കുമ്പോൾ ആ പച്ചക്കറി തുടക്കുകയും കയറ്റുകയും ചെയ്ത തൊഴിലാളിയല്ലേ. വൈകുന്നേരം പണി കഴിഞ്ഞ് പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ആ പലചരക്കുകാരുടെ കച്ചവടം വർദ്ധിക്കണമെങ്കിൽ ഈ തൊഴിലാളി ഉണ്ടാവണം. വർദ്ധിപ്പിച്ച ഇന്ധനവില പിൻവലിക്കുക, ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യുക, ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് മാത്തിൽ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU.
മാത്തിൽ CK സ്മാരക ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ K നന്ദകുമാർ ഹാളിൽ നടന്ന പെരിങ്ങോം ഏരിയ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ATV ദാമോദരൻ അധ്യക്ഷനായി. UV രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV ചന്ദ്രൻ, PV പത്മനാഭൻ, M പ്രകാശൻ, VV ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും കേരള പൂരക്കളി മറുത്തുകളി കലാപരിഷത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമാദരം 2026 പരിപാടി സംഘടിപ്പിച്ചു. വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം പാലായി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള പൂരക്കളി അക്കാദമി മുൻ ചെയർമാൻ സുരേന്ദ്രൻ മാസ്റ്റർ പിലാത്തറ ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി മറുത്തുകളി കലാപരിഷത്തിന്റെയും ശ്രീ വടക്കൻകൊഴുവൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അവാർഡ് ജേതാക്കളായ പണിക്കന്മാരെ ആദരിക്കലും രാമായണ മാസാചരണ പരിപാടിയും സമാതരം 2026 സംഘടിപ്പിച്ചു. കേരള പൂരക്കളി അക്കാദമി മുൻ ചെയർമാൻ സുരേന്ദ്രൻ മാസ്റ്റർ പിലാത്തറ ഉദ്ഘാടനം നിർവഹിച്ചു. മറുത്തുകളി കലാപരിഷത്ത് പ്രസിഡന്റ് M രാജീവൻ പണിക്കർ കൊയോങ്കര അധ്യക്ഷത വഹിച്ചു. V ചന്ദ്രൻ പണിക്കർ, OV രത്നാകരൻ പണിക്കർ ആണ്ടോൾ, PP ഗംഗാധരൻ പണിക്കർ എന്നിവർ ആദരവേറ്റുവാങ്ങി. ചടങ്ങിൽ V പ്രഭാകരൻ പണിക്കർ, TV കരുണാകരൻ പണിക്കർ, പിലാക്കൽ അശോകൻ പണിക്കർ, K നാരായണൻ പണിക്കർ, TV ബാലകൃഷ്ണൻ, TV വിനോദ്, TV രവീന്ദ്രൻ പണിക്കർ, P വിനോദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 80ാമത് ഭാരത സ്വാതന്ത്ര്യ ദിനത്തിൽ 80 കിലോമീറ്റർ റൈഡ് നടത്തി തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ്. ഓരോ 3 മാസത്തിലും ഉടയാടുകൾ മാറുന്ന ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിലേക്കാണ് ക്ലബ്ബ് നേതൃത്വത്തിൽ സൈക്ലിംഗ് നടത്തിയത്. തൃക്കരിപ്പൂരിൽ നിന്നും പടന്ന, ചെറുവത്തൂർ, പയ്യന്നൂർ, കുഞ്ഞിമംഗലം, വെങ്ങര വഴിയാണ് മാടായിപ്പാറയിൽ എത്തിച്ചേർന്നത്. സൈക്കിൾ റൈഡ് തൃക്കരിപ്പൂരിൽ ഏഴുമല നാവിക അക്കാദമി ക്യാപ്റ്റൻ യശ്പാൽ യാദവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രസിഡന്റ് AK അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP ഉല്ലാസ്, സർവശിക്ഷ കേരള ജില്ലാ കോർഡിനേറ്റർ അക്കാളത്ത് ഷൌക്കത്ത് അലി, TMC ഇബ്രാഹിം, ഡോക്ടർ T അബ്ദുൾ ജലീൽ, ഡോക്ടർ PK ജയകൃഷ്ണൻ, അനൂപ് കല്ലത്ത്, സജിൻ കൊറോം എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ പുതിയ ടീം ജേഴ്സിയും ഉദ്ഘാടന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. റൈഡിന് ഇർഷാദ് ഇസ്മായിൽ, അരുൺ നാരായണൻ, രാജേഷ് കുഞ്ഞിവീട്ടിൽ, BC യാസർ, സലീം വലിയപറമ്പ, ഹക്കീം അപ്സര, രതീഷ് രാമന്തളി, റഹ്മാൻ തായ്നേരി, ശ്രീജിത്ത് ചെറുവത്തൂർ, മുസ്തഫ തായ്നേരി, സുജി ശ്രീധർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ നടന്ന പരിപാടി PO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ആ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയപ്പോൾ കുലുങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾ കുലുങ്ങിയില്ലേ, രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? അതിന് മുന്നണി പോരാളിയായി നിന്നത് നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരാണ്. നാടിന്റെ തെറ്റിനെതിരെ ശബ്ദിക്കാനുള്ള പ്രതികരണ ശേഷിയുള്ളവരായിട്ട് അവർ മാറി. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പഴയങ്ങാടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ നടന്ന പരിപാടി PO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. രാഹുൽ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു. ശോഭിത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, രാഹുൽ വെച്ചിയോട്ട്, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, NG സുനിൽ പ്രകാശ്, V രാജൻ, MK രജിത, സുധീഷ് വെള്ളച്ചാൽ, അക്ഷയ് പറവൂർ, ശ്രീരാമൻ കൊയ്യാൻ, MP മുഹമ്മദ് കുഞ്ഞി, രാഹുൽ എടാട്ട്, സുധീർ വെങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷക തൊഴിലാളി യൂണിയൻ കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം തമ്പാൻ V സുകുമാരൻ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ V സുകുമാരൻ നഗറിൽ നടന്നു. സെക്രട്ടറി M ശ്രീധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. V ഗീത അധ്യക്ഷത വഹിച്ചു. KV സന്തോഷ്, KP ലക്ഷ്മണൻ, M പത്മനാഭൻ, C നളിനി, U രാധ, V രമേശൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ V ശങ്കരൻ സ്വാഗതം പറഞ്ഞു. വില്ലേജ് സെക്രട്ടറി MV അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.